ഹായ് ഗൈസ്, നമ്മളെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ, വണ്ടിക്ക് കുറച്ച് പരിപാടിയുണ്ട്. പീരിയോഡിക് സർവീസ് എന്നൊക്കെ പറയില്ലേ, ഇത് എൻജിൻ ഓയിൽ മാറ്റുക, അതേപോലെ മറ്റേ എയർ ഫിൽറ്റർ മാറ്റുക, അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ ഇന്നത്തെ മെക്കാനിക്ക് ഞാനാണ്ടോ. അപ്പോൾ ടൗണിൽ പോയിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ചിട്ട് വരണം. അപ്പോൾ ആദ്യം വേണ്ടത് എന്താ, കുളിക്കണം. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് ഇതാ വരുന്നു. ഗൈസ്, അപ്പോൾ കുളിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഇനി അപ്പോൾ എന്താ വെച്ചാൽ ഫുഡ് കുറച്ച് മുന്നേ കഴിച്ചു. അപ്പം ഇനി ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഹെൽമെറ്റ് എടുക്കണു, നേരെ ടൗണിലോട്ട് പോകണം. അപ്പോൾ ടൗണിലെത്തിയിട്ട് കാണാം കേട്ടോ. കാരണം ചെറിയൊരു പാട്ട് പറ്റിക്കണം. ഞാനില്ലേ വ്ളോഗ് ചെയ്യാൻ മറന്നു. സാധനങ്ങളൊക്കെ മേടിച്ച് വന്നിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. ആണോ, ഞാൻ സത്യം പറഞ്ഞാൽ മറന്നടാ. പിന്നെ എന്താ ഒരു ഇതില്ലേ, സത്യം പറയാൻ മറന്നു, ശരിക്കും മറന്നു ഗൈസ്. മറന്നാൽ എന്തായാലും ഇനി പറഞ്ഞിട്ട് ഇപ്പോൾ കാര്യമില്ല, മനുഷ്യനല്ലേ, ഒരു തെറ്റൊക്കെ പറ്റും. അപ്പോൾ അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറി വന്നിട്ട് നമുക്ക് വണ്ടിയുടെ പണി തുടങ്ങാം. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ എൻജിൻ ഓയിൽ മൊത്തം ഊറ്റാൻ നമുക്ക് വേണ്ടത് എന്താ, ഒരു പാത്രം നമുക്ക് ഇതെടുക്കാം. പക്ഷേ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പുറത്തു കൂടെ പോകും. അപ്പോൾ ഇത് ഫസ്റ്റ് നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ സാധനം കട്ട് ചെയ്ത് കിട്ടിയിരിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ബോൾട്ട് കണ്ടോ, ഇതെവിടെ, ഈ കാണുന്ന ബോൾട്ട്, ഈ ബോൾട്ട് അത് നമുക്ക് അയക്കണം. അപ്പം നമുക്കത് അയക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ പാത്രം അവിടെ അങ്ങനെ വെക്കുക. പിന്നെ ഇത് അയക്കരി ഈ വീഡിയോ എടുക്കുക. അയ്യോ, ഒക്കെ പാടെ കൈ കൊള്ളാതിരുന്നാൽ മതിയെന്നു. അയ്യോ, എന്ത് പോരാത്ത ഗൈസ്. സാധനം ചാടണ കാണുന്നുണ്ടോ നിങ്ങൾ? എന്തായാലും വറ്റട്ടെ. അപ്പോഴേക്കിന് നമുക്ക് എയർ ഫിൽറ്റർ അയച്ച് നോക്കാം അതിൻ്റെ പാടെന്താണ്. അപ്പം ഇനി നമുക്ക് എയർ ഫിൽറ്റർ മാറ്റണം. എയർ ഫിൽറ്റർ മാറ്റാന്നല്ല, അതിൻ്റെ പുറത്തത്തെ ഒരു കോട്ടിങ് മാറ്റണം. അപ്പോൾ നമുക്ക് ഇത് അയക്കണം. ഇതെങ്ങനെ അയക്കും നിങ്ങൾ വിചാരിക്കും, ഇതെന്താ കണ്ടിട്ട് തോന്നണം, കണ്ടിട്ടൊരു ടോർച്ച് മാതിരി തോന്നല്ലേ. പക്ഷെ ഇതൊരു ടോർച്ചല്ല, കാണിച്ചു തരാം. സ്ക്രൂ ഡ്രൈവർ അല്ല വേണ്ട. അപ്പോൾ ഇവിടെ കണ്ടോ അങ്ങനെ കുറേ സുനാപ്പിള്. നമുക്ക് വേണ്ട താഴത്തിൽ പിടിച്ചിട്ട് ഇങ്ങനെ എന്നറിയോ സാധനം മതി. എന്നിട്ട് ഇതെടുത്തിട്ട് ഉള്ളിൽ ഇങ്ങനെ ജസ്റ്റ് ഫിക്സ് ആക്കുക. നമുക്ക് എന്താണ് അയക്കേണ്ടത് അവിടെ, ഇത്ര സിമ്പിളാ പരിപാടി. ഇത് മാറ്റുക, അതുകൊണ്ട് പോകാം. എന്നിട്ട് എന്ത് വേണമെന്നറിയോ, ഇതില്ലേ ഈ സാധനം മാറ്റണം. ഇത് നമ്മൾ ഇട്ടോടെ തന്നെ ഇടാം. എന്നിട്ട് വേറെ ഒരു സാധനം എടുക്കുക, ഇതിനുള്ളിൽ ഫിക്സ് ആക്കുക. ഇനി നമുക്ക് ഈ ഇതിൻ്റെ ഉള്ളിൽ 1 2 3 4 5 ബോൾട്ട് അത് അയച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ സാധനം കിട്ടിക്കോളൂ. ഇതിൻ്റെ അവസ്ഥയൊക്കെ എന്താ അവസ്ഥ കണ്ടോ, പുള്ളിക്ക് അരിഞ്ഞു പോയി കൊടുത്തിട്ട് സാധനം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണത് ഇങ്ങനെ ഇരിക്കണത് കണ്ടോ. മാറ്റം നോക്കാം കളറ്. അവിടെ സത്യം പറഞ്ഞാൽ ഈ സാധനം ഞാൻ ഇതിന്ന് പറിച്ച് മാറ്റി കളഞ്ഞു. പക്ഷേ ഇത് രണ്ടും ഏകദേശം വലിയ മാറ്റമൊന്നുമില്ല, എന്നാലും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനാണ് കംപ്ലൈൻറ്റ് തോന്നുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അയ്യോ, ഇവിടെ നല്ല ചൂടാട്ടോ. ഇതാണ് കംപ്ലൈൻറ്റ് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഈ പുതിയ സാധനമല്ലേ, ഇത് നമുക്ക് ഇടാം. അതിന് മുന്നേ ഇതൊന്ന് വാഷ് ചെയ്യണമെന്നുണ്ട്. ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് വരാം ഗൈസ്. അപ്പോൾ ഈ സാധനം ഞാൻ കുറച്ചൊക്കെ കഴുകിക്കണം, ചളിയൊന്നും പോയിട്ടില്ല. പിന്നെ ഇത് ഉണങ്ങാൻ വെക്കാം. ഉണങ്ങാൻ പ്രത്യേകിച്ച് വെക്കൊന്നും വേണ്ട, ഇതവിടെ വെച്ചാൽ മതി. ഇവിടെ വൻ വെയില. ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് നിന്നിട്ടാണ് ഇങ്ങനെ വെയിൽ കണ്ടോ. ഇപ്പം അണ്ടാശം ഇവിടുന്ന് ഒതുക്കുക, അവിടെ ഫുള്ള് വെയില. അപ്പോൾ അതാണ് ഇതിൻ്റെ ചോട്ടിൽ കുറച്ചേലും തണുപ്പുണ്ട്. ഞാൻ ഇവിടെ വേർത്ത് കുളിക്കുക. വേറെ കോമഡി കാണിച്ചു തരാം. ഈ വണ്ടിയിൽ നിന്ന് ഊറ്റിയ ഓയിലാ
അത്രേ ഉള്ളൂ. എന്താ അവസ്ഥയാണ്. നമുക്ക് നീ ഈ നെട്ട് തിരിച്ചിട്ടിട്ട് അവിടെ കണ്ടോ ഓയിൽ എവിടെ ഇതായിരിക്കണ്, അത് ഇതിക്ക് വയ്ക്കാം. ഓക്കെ, എന്താലേ ഒരു ഓയിലിൻ്റെ അവസ്ഥ. ഇത് കട്ടി കളർ ഇങ്ങനെ ആയിക്കണു. നമുക്ക് മുഴുവൻ ഒറ്റിയിട്ടില്ലേ. ഞാൻ ഒന്നും കൂടി പരിശോധിച്ച് നോക്കട്ടെ കേട്ടോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ പഴയ ഓയിലുണ്ടെങ്കിൽ ആകെപ്പാടൊക്കെ എത്തിയുള്ളൂ. ഒന്നുകൂടി ഇളക്കി കുത്തി ഒന്ന് നോക്കി നോക്കട്ടെ ഉണ്ടോന്ന്. ഗൈസ്, നമ്മൾ വിചാരിച്ച പോലെ സാധനം ഒറ്റുണ്ട് കേട്ടോ. ഒറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാടെ എന്താണെന്ന് എനിക്കറിയില്ല. ഉണ്ടോ? നമ്മളത് മൊത്തം ഊറ്റാതെ അടുത്ത് ഒഴിച്ചിട്ട് ഒരു കാര്യമല്ല. ഇതേപോലെ തന്നെ ഉള്ളത് മാക്സിമം മൊത്തം വറ്റിക്കാൻ നോക്കണം. ഉണ്ടോ? വണ്ടി ഇപ്പം എൻ്റെ തലവണ്ടേ കൂടെ വീണ കാര്യമുള്ളൂ. അധികമൊന്നും ഇല്ല കേട്ടോ, പേരിനൊരു തുള്ളി. എന്താലേ ചെയ്യും. അപ്പോൾ ഞാൻ മാക്സിമം വറ്റിച്ചു തോന്നുന്നു. ഇതുകൂടെയൊക്കെ ആയി. ഇനിയിപ്പോൾ നമ്മളെ വായിൽ വയ്ക്കണ മൊത്തം ഞാൻ കേൾക്കേണ്ടി വരും. അവിടെ കട്ടയൊക്കെ വെച്ചിട്ട് ഉള്ളത് ഇങ്ങോട്ട് പോരട്ടെ. നമുക്കില്ലേ ഈ സാധനം ഇത് വൻ ലൂസാട്ടോ. അത് ഞാൻ ക്യാമറയുടെ ഓടാക്കാൻ വേണ്ടി അത് ലൂസാക്കി വെച്ചതാ. അല്ല ഈ സീനല്ലേ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയോ? ഇതിൻ്റെ ഉള്ളിൽ വറ്റിക്കണമെന്ന് പറയണം, മൊത്തം പോന്നിക്കണമെന്ന് പറയണം. അപ്പോൾ നമ്മൾ പുതിയ മേടിച്ച ഓയിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ താഴത്തു കൂടെ വരും. കണ്ടോ? നമ്മൾ അവിടെ ഒഴിച്ച ഓയിൽ താഴത്തേക്ക് എത്തിയിട്ടില്ല. ഒരു തുള്ളി ചാടി. കുറച്ചുകൂടി ഒഴിച്ച് നോക്കാം. വരുന്നില്ലല്ലോ ഭഗവാനെ സംഭവം. ഒറ്റുണ്ട്. പിന്നെ ഞാൻ ഒഴിച്ചു കേട്ടോ. പക്ഷെ ഇതിൽ കാണാനൊന്നുമില്ല. നമുക്ക് ഇത് ടൈറ്റ് ആക്കിയിട്ട് മൊത്തം അവിടെ ഒഴിച്ച് നോക്കാം. നല്ലത്. ഗെയ്സ്, ഇതാ നമ്മൾ ഒഴിച്ച ഓയിൽ എത്തുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? നമുക്ക് ആ നെറ്റ് ടൈറ്റ് ആക്കിയിട്ട് ഞാൻ ഏതാ പൊസിഷൻ വണ്ടി ഇവിടെ താങ്ങി നിർത്തിക്കും. അപ്പം നമുക്ക് ഇനി നെറ്റ് ടൈറ്റ് ആക്കിയിട്ട് ഓയിൽ ഒഴിക്കട്ടോ. ഇത് കാണുന്ന ആൾക്കാർ വിചാരിക്കും ഇവന് എന്തിൻ്റെ കേടാ, ഇത് വർക്ക്ഷോപ്പ് കൊടുത്തിട്ട് നേരാക്കിയ പോരെ. പക്ഷേ നമുക്കറിയുന്ന പണി നമ്മളെന്തിനാ വർക്ക്ഷോപ്പ് കൊടുക്കണം? ഇതൊക്കെ ഇപ്പോൾ സിമ്പിൾ പണിയാണ്. ഇതിപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പ് കൊടുത്ത് കഴിഞ്ഞാൽ അവർ പറയണ പൈസ കൊടുക്കേണ്ടി വരും. പക്ഷെ നമുക്ക് അറിയണ പണി എടുക്കുക, ഇത്രേ ഉള്ളൂ. മനസ്സിലായോ? ടൈറ്റ് ആ ടൈറ്റ് മതി. ഇപ്പം ഇനി നമുക്ക് എന്ത് വേണമെന്നറിയോ? ഇനി നമുക്ക് ഈ ഓയിലില്ലേ, ഇത് മേടിച്ച് ഓയിൽ കേട്ടോ. ഇതിനെ ലൂസായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. കുറേ പൊട്ടന്മാർക്ക് അതൊന്നും അറിയില്ല. നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്ത്, അല്ല വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്നവർ കുറ്റം പറയല്ല. എൻ്റെ അച്ഛൻ വർക്ക്ഷോപ്പുകാരനായതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അത് അറിയാം. അതുകൊണ്ട് ഞാൻ ചെയ്യണം തന്നെ ഉള്ളൂ. മനസ്സിലായോ? നമുക്കില്ലേ ഇത്ര ഓയിൽ ദാദാ ഇത്ര ഓയിൽ ഒഴിച്ചു. ഇനി നമുക്ക് ഈ സുന ആപ്ലിക്കേഷൻ ഇട്ടിട്ട് ഒന്ന് നോക്കാം. ഓയിൽ ഇനി വേണോ? ഇതിൽ 900 മില്ലി ഇത്ര വേണ്ടു. 1 ലിറ്റർ കറക്റ്റ് വേണ്ട. അപ്പം നമ്മൾ ആദ്യം മാറ്റി വെച്ചില്ലേ. പിന്നെ ഇത് മതിയോ നോക്കാം. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കുക. എന്നിട്ട് അതേപോലെ തന്നെ ഒന്ന് വെച്ചിട്ട് പിന്നെ ബാക്കോട്ട് വലിക്കുക. ബാക്കോട്ട് അയക്കുക. ഇത് മെല്ലെ നോക്കുക. ധാരാളം. അപ്പോൾ തൽക്കാലം അത് മതി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു തുള്ളി കൂടെ ഒറ്റിച്ച് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പപ്പ് ചെയ്യാം. അതായത് കുറച്ച് ഇപ്പോൾ ഓടുമ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ഓടിയിട്ട് നമുക്ക് ഒന്ന് കുറയും. നമുക്ക് കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എൻജിൻ ഓയിൽ മാറ്റൽ കംപ്ലീറ്റ് ആയി. ഇനി നമുക്കതാ അവിടെ ഇരിക്കണുണ്ടോ സുന, അത് ഉണങ്ങിയോ നോക്കിയിട്ട് അതും കൂടി മാറ്റാം. അത്രേ ഉള്ളൂ.
കേട്ടോ. അപ്പോൾ അത് ഉണങ്ങട്ടെ, അത് ഉണങ്ങുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതെന്തായാലും റൈറ്റ് ആക്കിയിട്ട് പിന്നെ നമ്മൾ ഇത് വെച്ചിട്ട് ഇപ്പം ഒരു മിനിറ്റ്. ഈ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആകെ കേടാണ്, ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഓക്കെ, ആ ഡേറ്റായി. മോനെ നീ ഇത്രയൊക്കെ ഉണങ്ങിയാൽ മതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് ഉണങ്ങാലോ. ചൂട് വരുമല്ലോ. ചൂട് വന്ന എങ്ങനെയൊക്കെ ഉണങ്ങിയാൽ മതി. ഇത് ഇത്ര ഉണങ്ങിയാൽ മതി. എനിക്ക് തീരെ ക്ഷമല്ല. നമുക്ക് ഇനി വേഗം ഈ സുന ഇതിലിട്ടിട്ട് കാണണോ അതോ നിങ്ങൾക്ക് കാണണോ? അത് കാണണ്ട. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റല് ഇപ്പം അത്ര സിമ്പിൾ പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് കാണാം. ഊര്യമാരി അത്ര എളുപ്പമല്ല കേട്ടോ ഇടാൻ. നല്ല അത്യാവശ്യം കതി കിട്ടും. ഇനി എങ്ങനെയാണെന്നറിയോ, ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഈ ഹോള് കണ്ടോ, ഈ ഹോള് എൻജിനിട്ട് കണക്റ്റാ. നേരെ കാർബറേറ്റർ വഴി അങ്ങനെ എൻജിനിക്ക് എയർ പോകണം. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു പിന്നുണ്ടോ ഫിക്സ് ആക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ഒന്നുമില്ല, എന്താ ഈ സാധനം ഇവിടെ വെക്കണു. നമ്മൾ അയച്ച നെട്ടല്ലേ, അയച്ച സ്ക്രൂ ഓരോന്നായിട്ട് എടുക്കണം. ഇതെന്താ വരാത്ത ഇതേ ഗതികടാ. ഞാൻ സ്ക്രൂ ടൈറ്റ് ആക്കട്ടെ കേട്ടോ. ഇത് ഒറ്റയ്ക്കുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ തന്നെ ഗതികടാ. ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ആൻറ്റിനെ പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ, കണ്ടോ, ഇതിങ്ങനെ നീങ്ങും. അപ്പോൾ ഇതിനുള്ള ഗുണം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് നിൽക്കണമെന്ന് വിചാരിക്കും, ഇതിപ്പുറത്ത് നമുക്ക് അങ്ങോട്ട് കൈ എത്തില്ല. പക്ഷെ നമുക്ക് ആ സ്ക്രൂ എടുക്കും വേണം. അപ്പോൾ നമ്മൾ ഈ സാധനം എടുക്കണം, കണ്ടോ, അങ്ങനെ കൈക്ക് എടുക്കുക. ടെക്നോളജിയാ ഇത്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇതിക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല. അതൊക്കെ ഇത്ര നീളുന്നുണ്ട്, ഇനി നീളുമെന്ന് എനിക്കറിയില്ല. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോഴേ മറ്റേ റേഡിയോ അല്ലേ അതിൻ്റെ ആൻറ്റിനെ എന്ന് വിചാരിച്ചു. പക്ഷേ സംഭവം ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. പിന്നെ ഇത് കഥകളാണ്, ഞാനത് എല്ലാം സെറ്റാക്കി എടുപ്പം വരാം. റൈറ്റായി ഗൈസ്. അപ്പോൾ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സക്സസ്. ന്യൂട്രനെ വണ്ടിയുടെ സൗണ്ടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അപ്പോൾ പറയാം കേട്ടോ. ഇതിപ്പോൾ ഏതിൻ്റെ സൗണ്ടാണെന്നൊന്നും അറിയണില്ല. ഇവിടെ ഈ സാധനം കണ്ടു, ഇത് കുലുക്കുണ്ട്. അതൊന്ന് വെൽഡ് ചെയ്യാൻ ഞാൻ ഇനി എത്ര കാലം ദിവസമായിരുന്നു അറിയാം അത് പൊട്ടി കടന്നിട്ട്. ചെറിയ സ്പോട്ട് അടിച്ചാൽ മതി, പക്ഷേ ഞാൻ ചെയ്യില്ല, ഞാൻ മടിയനായിപ്പോയില്ലേ. സക്സസ് ആണ്. സൗണ്ടിന് ചെറുതായിട്ട് മാറ്റമൊക്കെ വന്നു എന്ന് വിചാരിക്കണു. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടാവില്ല. ഇത് വെറുതെ മറ്റേ കഴപ്പ് വ്ളോഗ്, ഞാൻ ഇതിന് മുന്നേ ഒരു വ്ളോഗ് ഇട്ടായിരുന്നല്ലോ, കഴപ്പ് വ്ളോഗ്, അതേപോലെ എടുത്താൽ മതി. എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ബൈ എന്ന് പറയുമെന്ന് വിചാരിക്കണ്ട, ഞാൻ പക്ഷെ എന്തായാലും പറയും. അപ്പോൾ ഇതുപോലത്തെ ഉടായ്പ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ സി യു സൂൺ.